എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ബ്രൂണോയിൽ സീക്രട്സ് മാനേജ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമുക്ക് ആദ്യമേ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഇൻ എനി കളക്ഷൻ ദർ ആർ സീക്രട്സ് ദാറ്റ് നീഡ് ടു ബി മാനേജ്. ദീസ് സീക്രട്സ് ക്യാൻ ബി എനിത്തിങ് സച്ച് എസ് API keys, passwords or tokens. A common practice is to store these secrets in environment variables. എല്ലാ കളക്ഷനകത്തും ചില സീക്രട്സുകൾ കാണും, അത് നമ്മൾ മാനേജ് ചെയ്യണം. ഈ സീക്രട്സ് എന്ന് പറയുന്ന API keys, പാസ്വേഡ്സ്, ടോക്കൺസ് എന്നിവയാണ്. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഈ സീക്രട്സ് നമ്മൾ എൻവയൺമെന്റ് വേരിയബിൾസിൽ സ്റ്റോർ ചെയ്യുന്നതാണ്. നമുക്ക് അടുത്ത സെക്ഷൻ നോക്കാം. There are two ways in which developers share Bruno collections. Check in the collection folder to source control like Git. Export the collection to a file and share it. In both these cases, we want to ensure that the secrets are stripped out of the collection before it is shared. ഡെവലപ്പേഴ്സ് അല്ലെങ്കിൽ ടെസ്റ്റേഴ്സ് ബ്രൂണോ കളക്ഷൻസ് മെയിനായിട്ട് രണ്ട് രീതിയിലാണ് ഷെയർ ചെയ്യുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് കളക്ഷൻ ഫോൾഡർ സോഴ്സ് കൺട്രോളിലേക്ക് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഗിറ്റ് പോലെയുള്ള സോഴ്സ് കൺട്രോൾ യൂസ് ചെയ്ത് നമ്മൾ റിമോട്ട് റിപ്പോസിറ്ററിയിലേക്ക് ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് മെത്തേഡ്. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് കളക്ഷൻ ബ്രൂണോയിൽ എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം ആ കളക്ഷൻ ആർക്കാണോ യൂസ് ചെയ്യേണ്ടത് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് കേസിൽ നമുക്ക് സീക്രട്സ് ആയ പാസ്വേഡ്സ്, API keys, ടോക്കൺസ് ഇതെല്ലാം കളക്ഷനിൽ നിന്ന് ഒഴിവാക്കിയിട്ട് വേണം ഷെയർ ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ആ ഒഴിവാക്കൽ ബ്രൂണോ രണ്ട് അപ്രോച്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ സീക്രട്സ് ഒരാൾക്ക് ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി ബ്രൂണോ രണ്ട് രീതിയിലാണ് സീക്രട്സ് മാനേജ്മെൻറ്റിന് വേണ്ടി മെത്തേഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ രണ്ട് അപ്രോച്ചസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഇപ്പോൾ പ്രീ റെക്വസൈറ്റ് ആയിട്ട് സിസ്റ്റത്തിൽ വേണ്ടത് Node.js ആണ്. Node.js നിങ്ങളുടെ സിസ്റ്റത്തിൽ ഉണ്ടായിരിക്കണം. ഇനി നമുക്ക് ആ രണ്ട് അപ്രോച്ചസിലേക്ക് നോക്കാം. ഫസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത് .env ഫയലാണ്. ദിസ് അപ്രോച്ച് ഈസ് ഇൻസ്പയർഡ് ബൈ ഹൗ യൂഷ്വലി ഡെവലപ്പേഴ്സ് മാനേജ് സീക്രട്സ് ഇൻ ദിയർ സോഴ്സ് കോഡ്. In this approach, you can store all your secrets in a .env file at the root of your collection folder. Bruno will automatically load the secrets from this file and make them available to your collection via process.env.secretName. And now you can safely check in your collection to source control without worrying about exposing your secrets. Don't forget to add .env to your gitignore file. സീക്രട്സ് മാനേജ് ചെയ്യാൻ വേണ്ടി ബ്രൂണോ പ്രൊവൈഡ് ചെയ്യുന്ന ഫസ്റ്റ് അപ്രോച്ചാണ് .env ഫയല്. ഈ അപ്രോച്ച് യൂഷ്വലി ഡെവലപ്പേഴ്സ് സീക്രട്സ് മാനേജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു രീതിയാണ്. ഈ അപ്രോച്ചിൽ നമ്മൾക്ക് കളക്ഷൻസിലെ സീക്രട്സ് ആയ API keys, ടോക്കൺസ്, പാസ്വേഡ്സ് എല്ലാം ഒരു .env ഫയല് കളക്ഷൻ്റെ റൂട്ട് ഫോൾഡിൽ ക്രിയേറ്റ് ചെയ്ത ശേഷം കീ ഈക്വൽ ടു വാല്യൂ എന്നൊരു ഫോർമാറ്റിൽ നമ്മൾ അതിനകത്ത് സ്റ്റോർ ചെയ്യും. അതിനുശേഷം ഈ സീക്രട്സ് നമുക്ക് ബ്രൂണോയിൽ കളക്ഷനകത്ത് അവൈലബിൾ ആയിരിക്കും. അത് അവൈലബിൾ ആകാൻ വേണ്ടി നമ്മൾ process.env. ഏത് കീയുടെ വാല്യൂ ആണോ കിട്ടേണ്ടത് ആ കീയുടെ വാല്യൂ സീക്രട്ട് നെയിം എന്നുള്ള ആ ഒരു പ്ലേസ് റീപ്ലേസ് ചെയ്താൽ മാത്രം മതി. അപ്പം അങ്ങനെ നമുക്ക് സീക്രട്സ് ആയിട്ടുള്ള വാല്യൂസ് കളക്ഷനിൽ യൂസ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നമുക്ക് ഈ കളക്ഷൻ സോഴ്സ് കൺട്രോളിലേക്ക് ചെക്ക് ഇൻ ചെയ്യാം. അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന .env ഫയല് .gitignore ഫയലിലേക്ക് ആഡ് ചെയ്യണം. .gitignore ഫയൽ യൂസ് ചെയ്യുന്നത് ചില ഫയൽസ് നമുക്ക് ട്രാക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഫയൽസ് നമുക്ക് ഈ .gitignore ഫയൽ മെൻഷൻ ചെയ്തുകൊണ്ട് നമുക്ക് ട്രാക്ക് ചെയ്യുന്നത് ഒഴിവാക്കാൻ സാധിക്കും. അപ്പം .env ഫയല് .gitignore ഫയലിനകത്ത് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ .env ഫയല് ഗിറ്റ് ട്രാക്ക് ചെയ്യുകയില്ല. അപ്പോൾ ഇതാണ് ഫസ്റ്റ് അപ്രോച്ച്. ആദ്യമേ ഞാൻ ഇനി ഇതിൻ്റെ ഡെമോ കാണിക്കാം. അതിനുശേഷം നിങ്ങൾക്ക് കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരും. .env ഫയല് ആദ്യമേ നമുക്ക് കളക്ഷൻ്റെ റൂട്ട് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. എൻ്റെ കേസ് ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ റൂട്ട് ഫോൾഡർ കാണിക്കാം. യൂട്യൂബ് ബ്രൂണോ API ടെസ്റ്റിംഗ്, അതിൻ്റെ അകത്ത് 3 കളക്ഷനുണ്ട്. അതിൻ്റെ അകത്ത് ഓതറൈസേഷൻ,
എന്ന കളക്ഷൻ്റെ അകത്ത് ഞാനൊരു .env എന്ന് പറഞ്ഞൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് ടൈപ്പ് നോക്കിയാൽ കാണാം env ഫയലാണ്. ഈ .env ഫയൽ ഞാൻ ഓപ്പൺ ചെയ്യുവാണ്. Notepad++ കൊണ്ട് ഓപ്പൺ ചെയ്യുന്നു. നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ അകത്ത് പാസ്വേഡ് എന്ന് പറഞ്ഞൊരു ക്യാപ്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ പാസ്വേഡ് തന്നെയാണ്. ഇനി ഈ .env ഫയലിലെ പാസ്വേഡ് എന്ന കീയുടെ വാല്യൂ ആയിരിക്കും നമ്മൾ കളക്ഷനിൽ process.environment.password എന്നുള്ള രീതിയിൽ ഫെച്ച് ചെയ്തെടുത്ത് റീയൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഞാൻ ബ്രൂണോ ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബ്രൂണോയ്ക്കകത്ത് ഞാൻ ജനറേറ്റ് ബെയർ ടോക്കൺ എന്നുള്ള ഈ APIയുടെ എൻഡ് പോയിന്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഞാൻ ബോഡി എന്നൊരു സെക്ഷനകത്ത് ഒരു പേലോഡ് പാസ് ചെയ്യുന്നുണ്ട്. ഇമെയിലിൻ്റെ വാല്യൂ എൻ്റെ മെയിൽ അഡ്രസ് ആണ്. പാസ്വേഡിൻ്റെ വാല്യൂ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നതാണ്. ഡബിൾ കേർലി ബ്രേസിൻ്റെ അകത്ത് process.env.password. ഈ പാസ്വേഡ് എന്നുള്ള ക്യാപ്സിലാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ക്യാപ്സിലാണ്. ആ ക്യാപ്സിൽ തന്നെ നിങ്ങൾ ഇവിടെയും കൊടുക്കുക. സാധാരണ കീ ക്യാപ്സിലാണ് .env ഫയലിൽ കൊടുക്കാറ്. 2 വേർഡ്സ് ഉണ്ടെങ്കിൽ ഒരു അണ്ടർസ്കോർ കൂടെ കൊടുക്കും. ഒരു വേർഡ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഫുൾ ക്യാപ്സ് മാത്രമായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ പാസ്വേഡിൻ്റെ കീ ആണ് നമുക്ക് ഈ process.environment.password എന്നുള്ള രീതിയിൽ കൊടുക്കേണ്ടത്. അപ്പം ഈ പാസ്വേഡിൻ്റെ വാല്യൂ ഈ പാസ്വേഡ് എന്ന കീയിലേക്ക് ലഭിക്കും. അതിനുശേഷം അതൊരു പേലോഡായിട്ട് മാറിയിട്ട് ഹിറ്റാവും. അതിനുശേഷം ഈ APIയുടെ എൻഡ് പോയിന്റ് ഹിറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ വേറെ ടോക്കൺ ജനറേറ്റ് ആവും. അപ്പോൾ ഇങ്ങനെയാണ് .env ഫയൽ യൂസ് ചെയ്ത് സീക്രട്സ് ബ്രൂണോയിൽ മാനേജ് ചെയ്യുന്നു. ഞാൻ ഈ റിക്വസ്റ്റ് സെൻഡ് ചെയ്യുവാണ്. നിങ്ങൾക്ക് കാണാം വേറെ ടോക്കൻ്റെ വാല്യൂ ജനറേറ്റ് ആയത്. ഇനി നമുക്ക് സെക്കൻഡ് അപ്രോച്ച് നോക്കാം. സെക്കൻഡ് അപ്രോച്ച് എന്ന് പറയുന്നത് സീക്രട്ട് വേരിയബിൾസ് ആണ്. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നമുക്ക് നോക്കാം. ഇൻ ദിസ് അപ്രോച്ച് യു ക്യാൻ ചെക്ക് ദ സീക്രട്ട് ചെക്ക് ബോക്സ് ഫോർ എനി വേരിയബിൾ ഇൻ യുവർ എൻവയൺമെന്റ്. Bruno will manage your secrets internally and will not write them into the environment file. And now you can safely check in your collection to source control without worrying about exposing your secrets. When you export your collection as a file, Bruno will not export the secret variables. Secret variables എന്നുള്ളതാണ് സെക്കൻഡ് അപ്രോച്ച്. ഈ അപ്രോച്ചിൽ എൻവയൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത ശേഷം വേരിയബിൾ ആഡ് ചെയ്യുമ്പോൾ അവിടെ ഒരു സീക്രട്ട് എന്ന് പറഞ്ഞ ചെക്ക് ബോക്സ് കാണും. ആ ചെക്ക് ബോക്സ് എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ വേരിയബിൾ ഒരു സീക്രട്ട് വേരിയബിളായിട്ട് മാറും. അപ്പം അങ്ങനെ ആഡ് ചെയ്തിരിക്കുന്ന ആ വേരിയബിൾ ബ്രൂണോ ഇൻറ്റേർണലി മാനേജ് ചെയ്യുകയും എൻവയൺമെൻറ്റ് ഫയലിലേക്ക് അതിൻ്റെ വാല്യൂ റൈറ്റ് ചെയ്യാതിരിക്കുകയും ചെയ്യും. അപ്പോൾ അതിനുശേഷം നമുക്ക് സേഫായിട്ട് കളക്ഷൻ സോഴ്സ് കൺട്രോളിലേക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഈ കളക്ഷൻ എക്സ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ ബ്രൂണോ സീക്രട്ട് ആയിട്ടുള്ള വേരിയബിൾസ് എക്സ്പോർട്ട് ചെയ്യുകയില്ല. ഇനി നമുക്ക് അതിൻ്റെ പ്രാക്ടിക്കൽ ഡെമോ നോക്കാം. ഞാൻ ബ്രൂണോയിൽ ഒരു കളക്ഷൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓതറൈസേഷനകത്ത് ജനറേറ്റ് ബെയർ ടോക്കൺ എന്ന റിക്വസ്റ്റ് സെലക്ട് ചെയ്ത ശേഷം ഇവിടെ കോൺഫിഗർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പുതിയ എൻവയൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. എൻ്റെ കേസ് ഞാൻ ഓൾറെഡി എൻവയൺമെൻറ്റ് ഓത്ത് എൻവയൺമെൻറ്റ് എന്നുള്ള എൻവയൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ സെലക്ട് ചെയ്യുവാണ്. ഇവിടെ ഇപ്പം നോ എൻവയൺമെൻ്റ് ആണ് വാല്യൂ കിടക്കുന്നത്. അത് ഞാൻ ഓത്ത് env എന്നുള്ള എൻവയൺമെൻറ്റ് ചൂസ് ചെയ്യുവാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കോൺഫിഗർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം പാസ്വേഡ് env വാല്യൂ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വാല്യൂ ഞാൻ പാസ്വേഡിന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സീക്രട്ട് എന്ന് പറഞ്ഞൊരു കോളം ഉണ്ട്. ഇവിടെ ഞാൻ അത് ചെക്ക് ചെയ്തിരിക്കുകയാണ്. ചെക്ക് ചെയ്ത ശേഷമാണ് സേവ് ചെയ്ത്. ഇനി ഈ വേരിയബിൾ ബ്രൂണോ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യാൻ നമുക്ക് നോക്കാം. ഞാൻ എൻ്റെ കളക്ഷനകത്ത് API ടെസ്റ്റിങ്ങിനകത്ത് 3 കളക്ഷനാണ് ഉള്ളത്. ആ ഫോൾഡറിനകത്ത് അതിനകത്ത് ഓതറൈസേഷൻ എന്ന കളക്ഷൻ ഞാൻ ഓപ്പൺ ചെയ്യുവാണ്. അതിനകത്ത് എൻവയൺമെൻറ്റ്സ് എന്നൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. നിങ്ങളൊരു പുതിയ എൻവയൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എൻവയൺമെൻറ്റ്സ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ കളക്ഷൻ്റെ അകത്ത് ബ്രൂണോ ക്രിയേറ്റ് ചെയ്യും. അതിൻ്റെ അകത്ത് എൻവയൺമെൻറ്റ് പേര് എന്താണ് കൊടുത്തിരിക്കുന്നത് ആ പേരിൽ .brew എന്ന് പറഞ്ഞൊരു ഫയൽ കാണും. Notepad++ ഓപ്പൺ ചെയ്യുന്നു. ജസ്റ്റ് വൺസ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ വേർസ് :secret എന്ന് കൊടുത്തിരിക്കുന്നത് കാണാം. ഇവിടെ വേരിയബിൾ നെയിം മാത്രമേ ഉള്ളൂ. അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ ഇല്ല. ഇനി ഞാൻ ബ്രൂണോയിൽ തിരിച്ചു വന്ന ശേഷം ഈ സീക്രട്ട് എന്നുള്ളത് അൺചെക്ക് ചെയ്യുകയാണ്. അതിനുശേഷം സേവ് ചെയ്യുന്നു.
വീണ്ടും നമുക്ക് ആ ഫയൽ ഒന്ന് പോയി നോക്കാം. ഇപ്പം നിങ്ങൾക്ക് കാണാം ഇവിടെ റീലോഡ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. റീലോഡ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ വാല്യൂ വരുന്നുണ്ട്. ഇനി വീണ്ടും ഞാൻ സീക്രട്ട് ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിനുശേഷം സേവ് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും ഞാൻ ഈ ഫയലിലേക്ക് പോയി കഴിയുമ്പോൾ വീണ്ടും റീലോഡ് ചെയ്യാൻ പറയുന്നുണ്ട്. റീലോഡ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെയും ആ സീക്രട്ട് ആയിട്ടുള്ള വേരിയബിളിൻ്റെ വാല്യൂ അവിടെ നിന്ന് ഡിസപ്പിയർ ആയി. അപ്പോൾ ഇങ്ങനെയാണ് സീക്രട്ട് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് രീതിയിൽ ബ്രൂണോയിൽ സീക്രട്സ് മാനേജ് ചെയ്യാൻ സാധിക്കും. ഇനി ഞാൻ ഈ കളക്ഷനകത്ത് ക്രിയേറ്റ് ചെയ്ത എൻവയൺമെൻറ്റിനകത്ത് കൊടുത്തിരിക്കുന്ന ഈ പർട്ടിക്കുലർ വേരിയബിൾ ബോഡിക്കകത്ത് റീയൂസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ബോഡിക്കകത്ത് ഞാൻ ഡബിൾ കേർലി ബ്രേസിനകത്ത് റീപ്ലേസ് ചെയ്യുവാണ്. അതിനുശേഷം ടെക്സ്റ്റ് സേവ് ചെയ്യുന്നു. നിങ്ങൾക്ക് കാണാം ഇവിടെ ഗ്രീൻ കളറിൽ വന്നിരിക്കുന്നത്. അതിന് അർത്ഥം കറക്റ്റായിട്ട് റെഫർ ആയി എന്നുള്ളതാണ്. ഇനി ഞാൻ സെൻഡ് ചെയ്യുവാണ്. ടോക്കൺ ജനറേറ്റ് ആണെന്ന് നമുക്ക് വെരിഫൈ ചെയ്യാം. ടോക്കൺ ജനറേറ്റ് ആയി. അപ്പം ഇങ്ങനെയാണ് ബ്രൂണോയുടെ കേസിൽ സീക്രട്സ് മാനേജ് ചെയ്യുന്നത്. രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്ന് .env ഫയൽ, രണ്ടാമത്തെന്ന് പറഞ്ഞാൽ സീക്രട്ട് വേരിയബിൾസ്. .env ഫയലിൻ്റെ കേസിൽ ആ .env ഫയൽ .git ignore എന്ന ഫയലിലേക്ക് ആഡ് ചെയ്യാൻ മറക്കരുത്. എന്നെങ്കിൽ മാത്രമേ ഗിറ്റ് ട്രാക്ക് ചെയ്യാതിരിക്കുകയുള്ളൂ. സീക്രട്ട് വേരിയബിൾസിൻ്റെ കേസിൽ സീക്രട്ട് എന്ന കോളം ചെക്ക് ചെയ്യുമ്പോൾ തന്നെ ബ്രൂണോ ആ വാല്യൂ ആ ഫയലിനകത്ത് സ്റ്റോർ ചെയ്യില്ല. നിങ്ങൾക്ക് കാണാം ഇവിടെ ജസ്റ്റ് സീക്രട്ട് എന്ന് കൊടുക്കുന്നു. അതിൻ്റെ കീ മാത്രമേ കാണുള്ളൂ, വേരിയബിളിൻ്റെ നെയിം മാത്രമേ കാണുള്ളൂ, അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ കാണില്ല. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഗിറ്റ് പോലുള്ള സോഴ്സ് കൺട്രോളിലേക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സ് ചോദിക്കുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.